സൈക്കിൾ എങ്ങണ്ട് ഇഷ്ടമായില്ലേ? അപ്പോൾ അവനെ നമ്മൾ വാക്ക് വലിച്ചു. എത്ര ദിവസം കൊണ്ട്? 2 ദിവസം കൊണ്ടേ. 2 ദിവസം കൊണ്ടാണ് വാക്ക് വലിച്ചത്. ഈ വീഡിയോ പ്രേക്ഷകർ വെയിറ്റ് ചെയ്ത വീഡിയോ ആണ്. സംഗതി ഏതായാലും കിട്ടില്ല. ഈ ലൊക്കേഷൻ എല്ലാവർക്കും അറിയാം, മുനവർ ഹുസൈനെ അറിയാം. അപ്പോൾ ഈ ഒരു വാടക വീട്ടിലാണ് അല്ലെങ്കിൽ വാടക ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്. ആസാമിൽ നിന്ന് വന്ന് 4 വർഷം കൊണ്ട് 7 ഭാഷ പഠിച്ച് സ്കൂളിലെ ടോപ്പർ, സംസ്ഥാന എന്താണ് മനോ ഹരിത വിദ്യാലയത്തിലെ ബെസ്റ്റ് പെർഫോമർക്ക് ഉള്ള ഗിഫ്റ്റ് ആയിട്ട് വന്നതാണ്. എന്താന്നുള്ളത് നമ്മൾ നോക്കല്ലേ. എന്നാൽ നമ്മൾ ഇനി എൻ്റെ വാപ്പ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോവാം അല്ലേ? വാപ്പ എന്തിനാ ജോലി ചെയ്യണത്? ചാക്കും കടയിലെ സാധാ ജോലിക്കാരനാണ്. ആ വാപ്പാക്കും വലിയ സന്തോഷമായിരിക്കും അല്ലേ? കാരണം ഈ ഗിഫ്റ്റിന് തന്ന ആൾ എന്താ ആരാ നമുക്ക് സ്പോൺസറൊക്കെ പറഞ്ഞുതരാം അല്ലേ? പോയി നോക്കാം. പ്രതിസന്ധികളെ പോരാടി കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു പ്രതിഭയാണ് മുനവർ ഹുസൈൻ എന്ന് പറഞ്ഞത്. എന്താ പറഞ്ഞ അന്ന് വീഡിയോയിൽ പറഞ്ഞ് നമ്മുടെ പ്രേക്ഷകർക്കും നമുക്കൊക്കെ ഭയങ്കര സങ്കടപ്പെടുത്തിയ വാക്ക് എന്തായിരുന്നു? ഉപ്പയും അമ്മാവനും പറഞ്ഞത് ഇത്രയും കാലം പണിയെടുത്തിട്ടും എൻ്റെ മോൻ ഇത്ര ഉയരത്തിലെത്തിയിട്ടും എനിക്കൊരു നല്ല സമ്മാനം നൽകാൻ കഴിഞ്ഞില്ല. എൻ്റെ ഒരു ആഗ്രഹം ഒരു സൈക്കിളായിരുന്നു, അത് നൽകാൻ എനിക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞിരുന്നു. വീഡിയോ കണ്ടിട്ട് ആരാ സൈക്കിൾ എത്തിച്ചത്? ഇപ്പോൾ വീഡിയോ കണ്ട് നമ്മുടെ ഖത്തറിൽ നിന്ന് നമ്മുടെ സലീം ഭായ്, അദ്ദേഹം വളരെ ബന്ധപ്പെടുകയും എന്തായാലും അത് എത്രയും പെട്ടെന്ന് നൽകണമെന്ന് പറയുകയും ആ പണം അയച്ചു തന്ന് സൈക്കിൾ വാങ്ങി നൽകാനുള്ള ഏർപ്പാടുകൾ ചെയ്യുകയും ചെയ്തു. ഫാറൂഖ് മാഷ് അളിയനാണ്, ഈ വാർഡിന്റെ മെമ്പറും കൂടെയാണ്. ഈ സന്തോഷ നിമിഷത്തിൽ എന്തായിരുന്നു പേര്? ജാഫർ മാഷാണ്. അപ്പോൾ ഹാപ്പിയാണ്. നമ്മളെ വാർഡില് ഇങ്ങനൊരു നമുക്ക് ഇത്രയും പ്രതിഭയുള്ളൊരു കുട്ടി നമ്മളുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു. അതിപ്പോ ഫൈസൽ ബ്ലോഗറെ ഒരു പരിശ്രമം കൊണ്ട് ഇങ്ങനെ ഒരു സന്തോഷം കൂടി ആയപ്പോൾ നമുക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു. എന്താണിതാ വാപ്പ വരട്ടെ? മുനവർ ഹുസൈൻ്റെ വാപ്പ, എന്തൊക്കെയാണ് സന്തോഷമായില്ലേ? പറഞ്ഞ എന്താ തോന്നുന്നു? സന്തോഷം, നല്ല സന്തോഷമുണ്ട്. ഇത്രയും ദിവസം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു സൈക്കിൾ വാങ്ങാനുള്ളൊക്കെ. അപ്പൊ ആ ആഗ്രഹം പൂർത്തിയായി. ആസാമിൽ എവിടെയാണ് സ്ഥലം? സന്തോഷായിട്ടാ, ഉഷാറായിട്ട് പഠിക്കുക. ഓക്കെ. ഖത്തറിലെ ഒരു സലീം ഭായ് അദ്ദേഹത്തിൻ്റെ ഒരു ഇഷ്ടപ്രകാരം കൊടുത്താണ്. അദ്ദേഹത്തിൻ്റെ ഉപ്പ മരണപ്പെട്ടിട്ടുണ്ട്, ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്. ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് മാത്രം അപ്പുറം പറഞ്ഞിട്ടുള്ളൂ. അൽഹംദുലില്ലാ എല്ലാ പ്രവാസികൾക്കും വേണ്ടി ഞങ്ങൾ ഇപ്പോൾ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ് അല്ലേ? സലീം ഭായിക്ക് സ്പെഷ്യൽ താങ്ക്സ്. കാരണം ഒരുപാട് പ്രതിസന്ധിയുള്ള സമയത്താണിത്. എന്നിട്ടും നമ്മളെ വീഡിയോസിന് പ്രവാസികൾ തന്നെ ഏത് കാലത്തും എപ്പോഴും സപ്പോർട്ട് ചെയ്യില്ലേ, വേഗം റെസ്പോണ്ട് ചെയ്യും. നമ്മളൊരു നല്ല സംഭവം ചെയ്യുമ്പോൾ അതിന് ആളുകൾ റെഡിയാണ്. സൈക്കിളിൻ്റെ ഒപ്പം അതിൻ്റെ ആവശ്യമായ പമ്പ്, അതേപോലെ തന്നെ ലോക്ക്, അങ്ങനെ എല്ലാ സംവിധാനങ്ങളും നമ്മുടെ ഈ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. സൈക്കിൾ ഖരീദ് കെ ദിയ സലീമ കാക്കു, മേരെ തരഫ് സെ താങ്ക്സ്.